കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനുമോള് പറഞ്ഞിരുന്നു അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന്. അപ്പോഴും പറഞ്ഞത് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് ഉദ്ദേശിച്ചത് അക്ബർ ദേഷ്യത്തോടെ നോക്കുന്നു, അതാണ് ഉദ്ദേശിച്ച്, അതല്ലാതെ വേറൊന്നും അല്ല എന്ന് പറഞ്ഞ അനുമോള് ഇപ്പോൾ വീണ്ടും നമ്മുടെ നിവ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നിവ്യൻ്റെ നോട്ടം ശരിയല്ല, നിവിൻ്റെ നോട്ടം ശരിയല്ല, നിവിൻ്റെ സംസാരം ശരിയല്ല, നിവിൻ്റെ ആക്ഷൻ ശരിയല്ല. ഇന്നലെ ലൈവിൽ നിവിൻ ഇവരെ രണ്ടുപേരുടെ ഇടയ്ക്ക് പോയി കിടക്കാല്ല, ഇവരെ ബെഡിൽ പോയി കിടന്നു. ഇവരെ ബെഡിൽ പോയി കിടന്നു. അതായത് ഇവർ കിടക്കാൻ വരും അപ്പോഴത്തേക്കും നിവിൻ ഓടി വന്ന് ഇവർ ബെഡിൽ കയറി കിടന്നു. അതായത് ഒരു തക്കാളി എടുത്തുകൊണ്ട് വന്നിട്ട് അത് കഴിക്കുമായിരുന്നു, ഒളിച്ച് കഴിക്കുമായിരുന്നു. നിവിൻ്റെ സ്ഥിരം പരിപാടിയാണ് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റല്. നേരത്തെ പഞ്ചസാര കൊണ്ടുവന്ന് കട്ട് തിന്നുന്നുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ ബെഡിൻ്റെ അടിയിലോ ആരെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അവരിടയ്ക്കൂട്ട് കയറിപ്പോയിട്ടോ അങ്ങനെയൊക്കെയാണ് ആൾ ചെയ്യുന്നത്. അതൊരു തമാശ രൂപേണ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് എന്താ പറയുക, ഒരു ബഹളം വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു തമാശ കാണിക്കുക എന്ന രീതിയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കൂടെ കയറിയിട്ട് ഇങ്ങനെ അവരെ ബെഡിൽ കയറിയിട്ട് തലവഴി മൂടിയിട്ട് ബെഡ്ഷീറ്റ് മൂടിയിട്ട് കഴിക്കുമായിരുന്നു. അവർ രണ്ടുപേരും അവിടെ കട്ടിൽ നിൽക്കുമായിരുന്നു. അവർ എല്ലാം അടുക്കി പറക്കി ഉറങ്ങാൻ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു, ഇങ്ങനെ ചെയ്തു, അത് വളരെ മോശമാണ്. അങ്ങനെ മോശമായിട്ട് തോന്നിയെങ്കിൽ തുറന്ന് പറയണം. ഇപ്പോൾ ഗിസേലിനോട് അനു പല കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് അല്ലേ, നല്ല ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്തുകൊണ്ട് മറ്റുള്ളവരോട് പറ്റുന്നില്ല? ഇതേപോലെയാണ് മുമ്പ് ആര്യനോടും. ആര്യൻ റിംഗ് ഫിംഗർ കാണിച്ചു, പല പ്രാവശ്യം കാണിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എപ്പോഴോ ആണ് അത്, ആ സമയത്ത് കാണിക്കാത്ത സമയത്താണ് നീ റിംഗ് ഫിംഗർ ഇന്നലെ കാണിച്ചില്ലേ, മെഞ്ഞാന്ന് കാണിച്ചില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അതായത് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആളാട്ടോ. അതായത് ഗിസേൽ എന്നെ പൊക്കവില്ലെന്ന് പറഞ്ഞു, ഞാനിതിൻ്റെ ട്രോമ ഒരുപാട് അനുഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ശരിയായിരിക്കാം, ട്രോമയൊക്കെ ഉണ്ടാകാം, പലർക്കും പല രീതിയിൽ ട്രോമോസ് ഉണ്ടാകാം. അപ്പോൾ അനുമോൾക്ക് പൊക്കമില്ലെന്ന് തോന്നുന്ന വിഷമം ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് ഇപ്പം ഈ ഒരു കാര്യം പറയുന്നത്. ഈ പറയുമ്പോൾ നമ്മുടെ ശൈത്യയും അതുപോലെ തന്നെ അഭിലാഷവും ഉണ്ട്, ഇവരുടെ ഇടയ്ക്കിരുന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും ബിഗ് ബോസ് എടുത്ത് ചോദിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അക്ബർ നോക്കുന്നത് ദേഷ്യപ്പെട്ട് നോക്കുന്നു, അതാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശം എന്ന രീതിയിൽ ബിഗ് ബോസ് ചോദിക്കണം. കാരണം ഇവർക്കെല്ലാം പുറത്തിറങ്ങി ജീവിക്കാനുള്ളതാണ്. പല കാര്യങ്ങളും പറയാം, പക്ഷേ ഇവരുടെ നോട്ടം ശരിയല്ല, ഇവരുടെ സംസാരം വേറെ രീതിയിലാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് പല ആളുകളോടും ഇടപഴകി ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇവരെ പ്രൊഫഷണൽ രീതിയിൽ അങ്ങനെ പോകേണ്ട ആൾക്കാരാണ്. അപ്പം അവർക്കത് പുറത്ത് റോങ് ആവും, അവർ ജീവിതത്തെ അത് ബാധിക്കും. അപ്പോൾ എന്തായാലും ഇത് ചോദിച്ചേ പറ്റത്തുള്ളൂ. കാര്യം നമ്മുടെ അനു ഇത് പല പ്രാവശ്യം പലരെയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അനുമോളുടെ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.